നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും അതങ്ങ് ശരിയായി. എങ്ങനെയാ നമുക്ക് കല്യാണത്തിന് ഡേറ്റ് എടുക്കണ്ടേ? ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ നമുക്ക് നടത്താം. അങ്ങനെ ആവട്ടെ. അങ്ങനെയാണോ? അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ? അത് പിന്നെ UKG മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ. ഇനി എങ്ങനെ കാത്തിരിക്ക? അങ്ങളെ ഇവ എൻ്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലടാ. ഇവള് +2 ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവായിരുന്നു. എന്നിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അല്ലമ്മ, ഇവൾക്കന്ന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ. അങ്ങളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ. ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ? മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല. അല്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അച്ഛൻ്റെ അമ്മയുടെ. ഇതെന്താ വിളിച്ചു വരുത്തി അവമാനിക്കണം? എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം. അത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത്. അങ്ങളെ, ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ. അതറിയോ? ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ 10 പൈസ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല. അങ്ങനെ ആരാന്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ മോനില്ല. കല്യാണം ഉണ്ടാക്കാൻ വന്നത് അച്ഛാ നിക്ക്, ഞാൻ പോരാ. സഞ്ജു, നിഷിമ, സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ ഇതായിരുന്നല്ലേ ചേട്ടന്റെ ഉദ്ദേശം? നിഷിമ, നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട. അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ചേട്ടന്റെ കളി എന്തിനു വേണ്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫ്ലാറ്റും കാറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതിനെന്താ തെളിവ്? തെളിവുണ്ടാക്കാൻ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല, എനിക്കിതൊന്നും വേണ്ട. എന്താ ചേട്ടാ ഇങ്ങനെ? എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം. അങ്ങനെ തന്നെയല്ലേ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. പരമ കഷ്ടം. മോളെ, ഞാനൊരു മനുഷ്യനാണോടോ? പെൺകുട്ടികളെ ഇറക്കി വിടാൻ അത്ര പാടൊന്നുമില്ല അച്ഛാ. അവർ നന്നായിട്ട് ജീവിച്ചോ. ഇനി ഇവിടുന്ന് നിഷിമയെ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും. ഇങ്ങനെ ഒരു മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. യു ക്യാൻ. അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ? മോളാണ്, നീ സംസാരിക്കും. ഞാൻ അമ്മല്ലോ നോക്കട്ടെ. അമ്മേ, അവിടെ എന്താ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പൊ എവിടെയാ? ഞാൻ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു. അച്ഛനും അമ്മയും വരുമോ? ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കും.
നീ പോയി നോക്ക്. മോളെ അച്ഛാ തിങ്കളാഴ്ച ചടങ്ങ്. മോളെ, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സഞ്ജു നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. മോള് വിഷമിക്കണ്ട, അച്ഛൻ വിളിച്ചോളാം. ദേ, അച്ഛാ അമ്മ അച്ഛാ ചേട്ടൻ എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നുമില്ല. അച്ഛൻ്റെ ധൈര്യമൊക്കെ ഇത് എവിടെയാ ചോർന്നു പോയേ? ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഓള് സന്തോഷത്തോടെ പോയിട്ട് വാ. അമ്മ അമ്മ അതൊക്കെ വിട്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സഞ്ജുവിനെ വിടാം. കരയില്ലേ, കരയില്ലേ? അമ്മേ, ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ? റോഡിൽ വെച്ച് നടന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു. അമ്മേ, ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ? ഇതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കുമെന്നും തോന്നില്ല. എന്നാ പിന്നെന്താ ഇതൊക്കെ? ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതം അനുഷ്ഠിക്കും. വെള്ളം മാത്രം ഉപയോഗിക്കാം, സപ്ലിമെൻസും. തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ. ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം. അമ്മേ, അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛന് വെള്ളം കൊടുക്കമ്മേ. അമ്മേ, ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട. എന്തോ പണി ഇതൊക്കെ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ ഇതൊക്കെ? ഇന്നത്തെ ദിവസം സംസാരിക്കാതിരിക്കൂ. ഏട്ടന്റെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനയിൽ മുഴുകും. ഇവരൊക്കെ കിട്ടും. ബിനുമോൻ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അമ്മയാണോ? എനിക്ക് അമ്മയെ ഇഷ്ടം. ശിബിമോൻ ആരെയാ ഇഷ്ടം? എനിക്ക് അച്ഛനും അമ്മയെ ഇഷ്ടം. ശിബിമോൻ ഈ പാട്ടൊന്ന് പാടിയേ. തന്നന്നം താനന്നം താളത്തിലാടി. ഇനി മോൻ പാടിയേ. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടുമൻ പൈകിളികൾ ഒന്നാടാം കുന്നിന്റെ മനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി
ഇതിനകത്തിരുന്ന ബ്രെഡും പഴമൊക്കെ എവിടെ? അതൊക്കെ അവനടുത്ത് കളഞ്ഞു. ഈ ഒരു ദിവസത്തേക്ക് അച്ഛന് ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ലേ? അച്ഛാ, എന്താ നിങ്ങളെ കാണിക്കുന്നത്? അച്ഛാ ഫോൺ മാറ്റി വെക്ക്, നാളെ തരാം. ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത്, ഞാനാ തീരുമാനിക്കുന്നത്. ഓടാ അവിടുന്ന്. അത് കൊടുത്തേക്ക്. അച്ഛാ ഫോൺ എടുക്കാൻ, അച്ഛാ ഫോൺ എടുക്കാൻ. ഫോൺ എടുക്കാൻ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? എന്ത് കടിച്ചെന്ന് പറയും? പിന്നെയും വരണം. എവിടെ കടിക്കാനോ എന്തോ. സോറി അച്ഛാ. പിടിക്കരുത്, കടിക്കരുത്. പറ്റിപ്പോയ അച്ഛാ, സോറി അച്ഛാ. പറ്റിപ്പോയമ്മ, സോറി. എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു അമ്മ, പറ്റിപ്പോയ അച്ഛാ. സോറി അമ്മ. സോറി അച്ഛാ. സോറി അച്ഛാ. ഒക്കെ അവൻ്റെ അവനെയോ? ചുമ്മാ ഇരി മനുഷ്യ, അവന് നല്ല വിഷമമുണ്ട്. അവന്റെ കരച്ചിൽ കണ്ടില്ലേ? പാവം. എന്താ അവിടെ? വേറെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ? പോവാം. പിന്നെ കാണാം. ശരി ഞങ്ങളെ. അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത്? അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന്? പലതും സംസാരിക്കും, അത് നിന്റെ അടുത്ത് പറയണോ? നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നെ ചോദിക്കാൻ? നിന്റെ അമ്മ വീട്ടിലുള്ളതാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്, മനസ്സിലായ? അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്, മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു. അമ്മേ, അമ്മേ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ അമ്മേ? ഒരു ബ്ലഡ് അല്ലേ അമ്മേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ആ, ഈ മനുഷ്യനുണ്ടല്ലോ, നിങ്ങളുടെ ഈ കെട്ടിയവൻ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിരിക്കുന്നു. ഷോ, ഇതെന്ത് പറ്റി നിങ്ങക്ക്?
ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഏത് കുടുംബത്തിലാണ് നടക്കുന്നത്? നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ? ഇനിയിപ്പോ ഇതൊക്കെ അവന് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി സുഖം അറിയും, സുഖം അറിഞ്ഞാൽ കെയർ ടേക്കർ അറിയും, കെയർ ടേക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും, പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. ആൾക്കാരെടുത്ത് പറഞ്ഞ് അഹകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരി ചിരിച്ചത്? അത് നീ തന്നെ പോയി അയാളോട് ചോദിച്ചു നോക്ക്. അയാളെ മുഖത്തെ ചിരിയുടെ അർത്ഥം നോക്കലല്ല എന്റെ പണി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചു വെച്ചത്? ആ രാമേട്ടാ, സാറേ, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്നാ ഇങ്ങ് വായോ, ഇവിടുന്ന് കഴിക്കാം. ആണോ? ആ, ആരും കഴിച്ചിട്ടില്ല. ഓക്കെ, വെറൈറ്റി ഫുഡ് ഉണ്ട്. എന്റെ ദോസേട്ടാ, വേണ്ട, ഫീൽഡ് മതി, പെട്ടെന്ന് തീരും. എനിക്കെൻ്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല. രാമേട്ടൻ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കട്ടെ. പിന്നെ അച്ഛൻ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ, അതോടെ തീരുമല്ലോ. ഞാൻ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതെനിക്ക് വിശ്വാസമല്ല. അങ്ങോട്ടിരുന്നേ. ആ അങ്കിളെ, ആ സാറേ, സാറിതൊന്ന് കാലിൽ പെരട്ടി നോക്ക്. മുറികൂട്ടിയാ ബെസ്റ്റാ. അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രി പോണേ. എന്നാ ആ ഫിഷ് മോളിയാ. ആ സാറേ, എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കടിച്ച തുറപ്പനാന്നാ. എലിശല്യം കൂടുതലാണ്. ഈ വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുകയാണല്ലോ സാർ. അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും, രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം, അതേ കടി ഇനിയും കിട്ടും. തുറന്നപ്പോ കൈ തട്ടിയതാമേ. ഞാനിത് വൃത്തിയാക്കാം. അങ്കിളിരിക്കും, ഇനി ഇത് എടുക്കണ്ട. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഫിഷ് മോളിലല്ലേ, മോളിൽ നിന്ന് എടുത്തോ, ഞാൻ കഴിച്ചോളാം. ആഹാ, ഇത്രയും നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോഴാണ് കണ്ടത്. 60 കഴിഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നു. ഇവിടെ ചെറുപ്പക്കാർ വരെ കുട്ടി ഉണ്ടാവാൻ കഷ്ടപ്പെടുമ്പോഴാണ്. നീ എന്താ ഈ സമയത്ത്? സ്വന്തം വീട്ടിലേക്ക് വരാൻ അസമയമൊക്കെ ഉണ്ടോ? അമ്മ എന്തെടുക്കായിരുന്നു? നൈറ്റിയുടെ ഹോക്ക് സ്റ്റിച്ച് ചെയ്യായിരുന്നു. അച്ഛനോടെ? അച്ഛൻ എന്തെടുക്കായിരുന്നു ഇവിടെ? ഞാൻ കിടക്കായിരുന്നു. ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത്? അതിനിപ്പം നിനക്കെന്താ? ആ മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി. ഒരുമിച്ചുള്ള കിടത്തം ഇനി വേണ്ട, മനസ്സിലായല്ലോ? തൽക്കാലം ബ്രോഡാഡി ആവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.